ഹലോ ഗൈസ്, നമ്മുടെ ഗുരുവായൂർ വെഡിങ് വീഡിയോ വൈറലായപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞങ്ങളെപ്പോലെ തന്നെ ആഫ്റ്റർ മാരേജ് വീണ്ടും ഗുരുവായൂർ പോയി മാലയിടാൻ വേണ്ടിയിട്ട് ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടെന്നുള്ളത്. ആ ഒരു വീഡിയോ കണ്ടിട്ട് അത്യാവശ്യം കുറച്ച് പേരുടെ അടുത്ത് ചോദിച്ചു ഇതിന്റെ ടോട്ടൽ എക്സ്പെൻസ് എങ്ങനെയാണ്, ഇതിന്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അത് നോക്കാം. ഗുരുവായൂർ എത്തിയതിനു ശേഷം ഞങ്ങൾ ആദ്യം നോക്കിയത് അമ്പലത്തിന്റെ അടുത്ത് തന്നെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. അതിനായി അഗ്രഹാരം ഹോം സ്റ്റേ ആണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. ഞങ്ങൾക്ക് 3 പേർക്കും കൂടി 1500 ആണ് ടോട്ടൽ റേറ്റ് ആയത്. ഈ 1500 നമുക്ക് ഒരു ബെഡ്റൂമും ബാത്റൂമും ബാൽക്കണിയും ഹോളും ആണ് വരുന്നത്. ആൻഡ് അതെനിക്കൊരു ഡീസന്റ് സ്റ്റേ ആയിട്ടാണ് തോന്നിയത്. നമ്മൾ രാവിലെ ഒരു 6:30 to 7 മണിക്കുള്ളിൽ തന്നെ അമ്പലത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അമ്പലത്തിനുള്ളിലേക്ക് നമ്മുടെ ഫോണും ഗാഡ്ജറ്റ്സും ഒന്നും അലൗഡ് അല്ല. അപ്പൊ ഇതെല്ലാം നമ്മൾ ക്ലോക്ക് റൂമിൽ ഏൽപ്പിച്ചതിന് ശേഷമാണ് അമ്പലത്തിലേക്ക് എൻ്റർ ചെയ്യുന്നത്. പിന്നെ ഒരു 20 മിനിറ്റ്സ് ക്യൂ ഒക്കെ നിന്ന് കണ്ണനെ കയറി കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ വിവാഹത്തിനുള്ള പാസ് എടുത്തത്. 750 രൂപയാണ് നമുക്ക് വിവാഹം നടത്താൻ വേണ്ടിയിട്ടുള്ള റെസിപ്റ്റിന്റെ ചാർജ് വരുന്നത്. ഞങ്ങൾ പോയ ദിവസം പൊതുവെ അമ്പലത്തിലെ കല്യാണങ്ങൾ കുറവായിരുന്നു. നിങ്ങളിപ്പോ പോകുന്നത് എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിലാണെന്നുണ്ടെങ്കിൽ അന്ന് കല്യാണങ്ങൾ കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ ഒന്ന് അമ്പലത്തിൽ വിളിച്ച് പ്രീ ബുക്ക് ചെയ്തിട്ട് പോകുന്നത് വളരെ നന്നായി. അതല്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അമ്പലത്തിൽ എത്തിയതിനു ശേഷം 750 രൂപ കൊടുത്ത് ഈ ഒരു റെസിപ്റ്റ് എടുത്താൽ ആൻഡ് അത് കൊണ്ടുവന്ന് മണ്ഡപത്തിലിരിക്കുന്ന തിരുമേനിയുടെ കയ്യിൽ കൊടുത്തിരുന്നാൽ മതി. വളരെ സുഖമായിട്ട് കയറി കല്യാണം കഴിച്ചിട്ട് തിരിച്ചു വരാം. പരസ്പരം ഇടാനുള്ള തുളസിമാലയും കാര്യങ്ങളൊക്കെ അമ്പലത്തിൽ നിന്ന് തന്നെ തരും. ഞങ്ങൾ ഇതിനൊപ്പം താലിയും കൂടെ കെട്ടുന്നത് കൊണ്ട് താലി ഓൾറെഡി നാട്ടിൽ നിന്ന് പൂജിച്ചുകൊണ്ടാണ് വന്നത്. പിന്നെ ഇൻ കേസ് നിങ്ങൾക്ക് മണ്ഡപത്തിൽ കയറി മാല ഇടാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ വിത്തൗട്ട് റെസിപ്റ്റ് എടുക്കാണ്ട് പുറത്തുനിന്ന് 2 തുളസിമാല വാങ്ങി ആ ദീപസ്തംഭത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് നിങ്ങൾക്ക് പരസ്പരം ഇടാവുന്ന. സോ ഗൈസ്, അത്രയേ ഉള്ളൂ. ഞാനിപ്പോ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് ഞാൻ അവിടുന്ന് ചോദിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഇനിയും നിങ്ങൾക്ക് ഇതിൽ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് DM ചെയ്താൽ മതി. എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തു തരാം.